ഇറ്റ്സ് മീ ഷാലൂസ് പാരഡൈസ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നെന്ന് പറയുകയാണെങ്കിൽ ഞാനിവിടെ വന്നിരുന്നത് Q&A വീഡിയോ ചെയ്യാനാണ്. പക്ഷേ എനിക്കിവിടെ വന്നിരുന്നിട്ട് Q&A ചെയ്യാനുള്ളൊരു ധൈര്യം കിട്ടുന്നില്ല. ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, നമ്മളിപ്പോൾ ക്യാമറയുടെ മുന്നിൽ ആദ്യമായിട്ടിരുന്ന് വന്ന് സംസാരിക്കുമ്പോൾ ഒരുതരം ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് ടേക്ക് എടുത്തിട്ടാണ് ഈ ഒരു ടേക്ക് എടുക്കുന്നത്. ചിലപ്പോൾ ഇതും പോസ്റ്റ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. ഇനി എന്തായാലും നമുക്ക് സംസാരിക്കാം. അപ്പം ഇന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാനും പിന്നെ നിങ്ങൾ ഫേസ് റിവീലിങ്ങിൻ്റെ കാര്യമൊക്കെ ചോദിച്ചില്ലായിരുന്നു. അപ്പം അതും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഫേസ് റിവീലിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇടണമെന്ന് വിചാരിച്ചല്ല കേട്ടോ. ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഇപ്പോൾ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് എൻ്റെ ഫേസ് അങ്ങനെ റിവീലായി അങ്ങനെ കണ്ടോട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ഇതിനായിട്ടൊരു വീഡിയോ ചെയ്യണമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ Q&A ക്വസ്റ്റ്യൻ ഇട്ട സമയത്ത്, പോസ്റ്റ് ഇട്ട സമയത്ത് കൂടുതൽ പേരും ചോദിച്ചത് ഫേസ് റിവീൽ ചെയ്യുമോ എന്നാണ്. അപ്പോൾ പിന്നെ ഞാനും ചിന്തിച്ചു എന്താ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്നുള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഒന്ന് ഫേസ് റിവീൽ ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തേത് പറയുന്നത് ഞാൻ എന്നെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. കൂടുതലൊന്നും പറയണില്ല, കാരണം Q&Aയിൽ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലറിയാമല്ലോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചാനലിനെ കുറിച്ചിട്ടൊന്നും പറയാം. ചാനൽ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ വർഷമാണ് ഞാൻ 1000 സബ്സ്ക്രൈബേഴ്സ് ഫിനിഷ് ചെയ്തെങ്കിലും എൻ്റെ ചാനൽ ഇപ്പോൾ തുടങ്ങിയൊന്നുമല്ല. കുറച്ച് കാലങ്ങൾ മുന്നേ ഉള്ള ചാനലാണ്. പിന്നെ നമ്മൾ Q&Aയിൽ ഈ ചാനൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തൊക്കെ പറയണമെന്ന് ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ Q&A വീഡിയോ ചെയ്യാനാണ് ഇവിടെ വന്നിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ ടെൻഷൻ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം എന്തൊക്കെയാണ് വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ എന്നെ കുറിച്ചിട്ട് പറയാം. എൻ്റെ പേര് ചന്ദന എന്നാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് ഷാലൂസ് പാരഡൈസ് എന്ന് പേരിട്ടുമെന്ന്. ഷാലു എന്നെ വീട്ടിൽ നിന്ന് വിളിക്കുന്നതാണ്. വീട്ടിൽ നിന്നല്ല, എൻ്റെ ഫ്രണ്ട്സ് എന്നെ ക്ലോസ് ആയിട്ടുള്ളവർ എന്നെ ഷാലു എന്നാണ് വിളിക്കാറ്. ഞാൻ ആ പേരും ഒരുപാട് ചിന്തിച്ചെടുത്ത ഒരു പേരൊന്നുമല്ല. അന്നേരം യൂട്യൂബ് തുടങ്ങിയ സമയത്ത് എൻ്റെ മൈൻഡിൽ ഫസ്റ്റ് വന്നതാണ് ഷാലൂസ് പാരഡൈസ് എന്നുള്ളൊരു പേര്. അധികമൊന്നും ചിന്തിക്കാതെ ഞാൻ അത് ഇടുകയും ചെയ്തു. പിന്നെ എൻ്റെ സ്ഥലം എവിടെയാണെന്ന് കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്ഥലം ഞാൻ 1-2 വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കോഴിക്കോടാണെന്നുള്ളത് ലുലു മോളിലെ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞതാണ്. അതിനുശേഷമാണ് ഞാൻ യൂട്യൂബ് ചാനൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിനെ കുറിച്ചിട്ട് ഇനി പറയാം. ചാനലിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 2021 ഏപ്രിൽ 1 കേട്ടോ. അപ്പം ഞാനത് തുടങ്ങുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പഠിച്ചത് മംഗലാപുരത്താണ്. അപ്പോൾ ആ സമയത്ത് ഫ്ലഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിലേക്ക് തിരിച്ച് വരേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ ചാനലൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ള തോട്ടൊക്കെ വന്നത്. പിന്നെ ഒന്ന് ആലോചിച്ചില്ല, സ്റ്റാർട്ട് ചെയ്തു. ഒരു മനസ്സിൽ തോന്നിയൊരു പേര് അങ്ങ് ഇട്ടു. പിന്നെ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് ഈ ഇന്ന കണ്ടൻറ്റ് ചെയ്യണം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ആദ്യം ചെയ്തത് ക്രാഫ്റ്റിൻ്റെ വീഡിയോസാണ്. അതെന്ന് വെച്ചാൽ ഒരു 8 വീഡിയോസ് എങ്ങാനും ഞാൻ ക്രാഫ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, ഒരു ഒറിഗാമി അങ്ങനെയായിട്ടുള്ള ഒരു 8 ലോങ് വീഡിയോസ് ഞാൻ അപ്ലോഡ്. ലോങ് എന്ന് പറഞ്ഞാൽ അത്ര ലോങ് ഒന്നും അല്ല കേട്ടോ, ഒരു 2-3 മിനിറ്റൊക്കെ വരുന്ന വീഡിയോസാണ്. അന്ന് ഷോർട്സ് വീഡിയോസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഉണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടേ ഇല്ല. ആ വീഡിയോസ് ഇട്ടത് കഥകളൊക്കെ പറയുകയാണെങ്കിൽ അതിസാഹസികമായിട്ടാണ് ഞാൻ വീഡിയോസ് ഇട്ടത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഫോണിൽ സ്റ്റോറേജ് നല്ല കുറവായിരുന്നു. നിങ്ങൾക്ക് തന്നെ അറിയുമ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊറോണയ്ക്ക് ശേഷം നമുക്ക് ഫോണിലാണ് കൂടുതൽ നോട്ട്സൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. PDF ഒക്കെ ആയിരിക്കും നോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഓൺലൈൻ ക്ലാസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഓൾറെഡി എന്താ പറയുക, ഫ്ലഡായിട്ട് നാട്ടിലേക്ക് വന്ന കാരണം എൻ്റെ ക്ലാസ് ഫുള്ളും നടക്കുന്നത് ഓൺലൈനായിട്ടാണ്, നോട്ട്സ് വരുന്നതും ഓൺലൈനായിട്ടാണ്. അപ്പം എൻ്റെ ഫോണിൽ സ്പേസ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഞാൻ വീഡിയോ എടുക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു, അപ്പം തന്നെ കളയുന്നു. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 ദിവസം 3 ദിവസമൊക്കെ എടുക്കും ഞാനൊരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ എന്നൊക്കെ പറയാം. പിന്നെ എടുത്ത സാഹചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പോലെയൊക്കെ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അന്ന് വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിൻഡോൻ്റെ മുകളിൽ ഒരു വുഡൻ സ്കെയിൽ ഉണ്ടായിരുന്നു. ആ വുഡൻ സ്കെയിൽ ഇങ്ങനെ വെച്ച് ഒരു ക്ലിപ്പ് ചെയ്തിട്ട് ആ സ്കെയിലിൻ്റെ തുമ്പത്ത് നമ്മളെ റബ്ബർ ബാൻഡൊക്കെ ചുറ്റി ഫോൺ അതിൻ്റെ അകത്ത് കുടുക്കി വെച്ചിട്ട് അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ അന്ന് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത് അവിടെ നിന്നുമുള്ള ഫസ്റ്റ് റീസൺ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റോറേജ് ഇല്ലാത്തായിരുന്നു. രണ്ടാമത്തെ റീസൺ എന്ന് പറയുകയാണെങ്കിൽ ഫ്ലഡൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പം അന്നെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പേപ്പർ ക്രാഫ്റ്റ്, ഒറിഗാമി റിലേറ്റഡ് വീഡിയോസ് ആണല്ലോ.
അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നതും അവിടുന്ന് ഹോസ്റ്റലിൽ നിന്ന് ഇതൊക്കെ ചെയ്യുക എന്ന് പറയുന്നതും ചിലപ്പോൾ നടന്നോളണമെന്നില്ല. പിന്നെ മൂന്നാമത്തെ റീസൺ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ പോലെയല്ല, അന്നെന്ന് പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ അച്ഛനമ്മ അടക്കം പലർക്കും യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്, ഇതെങ്ങനെയാണ് എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ടും അവർക്ക് വലിയ അങ്ങ് താല്പര്യം ഇല്ലായിരുന്നു, എന്തിനാ ഇപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ടെന്നുള്ളൊരു ചിന്തയായിരുന്നു. അപ്പം കൂടുതൽ എൻ്റെ ചുറ്റും വന്നുകൊണ്ടിരുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പം എല്ലാം കൂടി അങ്ങ് ആയ സമയത്ത് എനിക്ക് വീഡിയോസ് ഇടുന്നത് അങ്ങ് നിന്നുപോയി. അപ്പം അതിന് ശേഷം നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടില്ല. പിന്നെ നമ്മൾ വീഡിയോസ് ഇടുന്നത് ഈ വർഷം ഒരു മെയ് ലാസ്റ്റാണെന്ന് തോന്നുന്നു നമ്മൾ വീണ്ടും വീഡിയോസ് ഇടാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ആ സമയത്ത് എൻ്റെ കയ്യിൽ കളർ പേപ്പേഴ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ആകെ ഉള്ളതെന്ന് പറയുകയാണെങ്കിൽ ഒരു ചിത്രം വരയ്ക്കുന്ന ഒരു ബുക്ക് ഉണ്ട്, പെന്നും. അത് രണ്ടും വെച്ചിട്ട് ഞാൻ ആദ്യം മണ്ടേൽ ആർട്ടുകൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് വന്ന സമയത്ത് എനിക്ക് വീണ്ടും ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് ഇടണം എന്ന് തന്നെ ആഗ്രഹം. അങ്ങനെ ഞാൻ വീണ്ടും സാധനങ്ങളൊക്കെ ഒപ്പിച്ച് കൂട്ടി ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് ഇടാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ചാനൽ റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പലർക്കും അറിയില്ല നമ്മൾ ഈ ചാനൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണെന്നും ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്ന ചാനലാണെന്നൊന്നും പലർക്കും അറിയില്ല. അന്നെന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു 300 സംതിങ് ആൾക്കാരൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളായിരുന്നുള്ളൂ. അതിൽ പലരും എൻ്റെ ഫ്രണ്ട്സാണ്, ഫാമിലി മെമ്പേഴ്സാണ്. വേറെ ആരും ഇതിനെക്കുറിച്ചിട്ടൊന്നും അറിയൊന്നുമില്ല. അപ്പം ഇന്നെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് 18.700K അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. അപ്പം ഇന്ന് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉള്ളത് ഭയങ്കര ഹാപ്പിയാണ്. എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഈ 18K എന്ന് പറയുന്നത് 18.something K എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, എനിക്ക് വലിയൊരു കാര്യം തന്നെയാണ്. എന്നെക്കൊണ്ട് എനിക്ക് ഇത്രയാക്കി എടുക്കാൻ പറ്റുന്നത് വലിയൊരു കാര്യമാണല്ലോ. അപ്പോൾ ഞാൻ അതിന് ഭയങ്കര ഹാപ്പി ആയിട്ടോ. എനിക്ക് ഇത്ര കിട്ടിയില്ല എന്ന് ആലോചിച്ചിട്ട് ഞാൻ സങ്കടപ്പെടുന്നില്ല, കിട്ടിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ചാനലിനെ കുറിച്ചിട്ട് ഇത്രയൊക്കെ ഉള്ളൂ. എന്നെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നേക്കാം. ഇത് ഞാൻ ഓൾറെഡി നിങ്ങൾ Q&A ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്തതേ ഉള്ളൂ. അങ്ങനെ ക്വസ്റ്റ്യൻ എന്ന് പറയാനൊന്നുമില്ല. ആദ്യം ചോദിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാനലിൻ്റെ കണ്ടന്റ് ക്രാഫ്റ്റ് തന്നെയായിരുന്നു ഉദ്ദേശിച്ചത്. അല്ല, ഇത് ഞാൻ എല്ലാവരും മെൻഷൻ ചെയ്യാമെന്ന് വിചാരിച്ച കാര്യം കേട്ടോ. ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ളൊരു ചാനലായിട്ടല്ല. ഞാൻ ചെറുതായിട്ട് ചിത്രം വരയ്ക്കും, പാട്ടൊക്കെ പാടുന്ന സമയത്ത് അതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ അതേപോലെ വ്ളോഗ്സും കാര്യങ്ങളും എനിക്ക് ഇഷ്ടമാണ്. വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആഡ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഈ ചാനൽ തുടങ്ങാനുള്ള കാരണം എന്താണെന്നാണ്. അത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇൻസ്പയർ ചെയ്തത് ആരാണ്, ഈ ചാനൽ തുടങ്ങാൻ റീസൺ എന്താണെന്നുള്ളതിന്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരം എന്ന് പറയുകയാണെങ്കിൽ അന്ന് ഞാൻ ആകെ കാണുന്നത് ഒരു 5 minutes ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ ഉണ്ടായിരുന്നു. അത് രസമാണ് കേട്ടോ. അതിങ്ങനെ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. അതിൽ പ്രത്യേകിച്ച് ചില വീഡിയോസ് കാണുമ്പോൾ ഒരു ലോജിക്കും തോന്നൂല, ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ എന്താ കാര്യം എന്നൊക്കെ തോന്നുമെങ്കിലും അതിങ്ങനെ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. അപ്പോൾ ആ ചാനൽ കണ്ട സമയത്താണ് എനിക്ക് ഫസ്റ്റ് ഇങ്ങനെ ഓരോ DIYസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് വന്നത്. ഇൻസ്പയർ ആയതെന്ന് പറയുകയാണെങ്കിൽ എനിക്കിപ്പം അങ്ങനെയൊന്നും പറയാനൊന്നുമില്ല. ഈ ചാനൽ തുടങ്ങേണ്ട വേറൊരു മെയിൻ റീസൺ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശാസ്ത്രമേള, കലോത്സവമൊക്കെ വരുമ്പോഴാണ് നമ്മളെ പാരൻസ് പോലും അറിയുള്ളൂ മക്കൾക്ക് ഇങ്ങനത്തെയൊക്കെ കഴിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഡാൻസ് ആയാലും പാട്ടായാലും വർക്കിംഗ് മോഡൽ, സ്റ്റിൽ മോഡൽ, ഡ്രോയിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പാരൻസ് അറിയണം, മക്കൾക്ക് ഇങ്ങനത്തെ കഴിവുണ്ടെന്ന് അറിയുന്നത് ഈ ഒരു ടൈമിലായിരിക്കും. അപ്പോൾ ആ സമയം സ്കൂളിൽ വലിയ കാര്യത്തിൽ ഫസ്റ്റൊക്കെ മേടിച്ച് ട്രോഫിയും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നതല്ലാണ്ട് ലൈഫിൽ എവിടെയും നമ്മളിത് ഉപയോഗിക്കുന്നില്ല. അപ്പം ഈ യൂട്യൂബിനെ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പലരും നമ്മളെ കഴിവുകൾ കാണുന്ന ഒരു സ്റ്റേജായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പം ഞാൻ അന്ന് ആ ചാനൽ തുടങ്ങിയ സമയത്തും എനിക്ക് അങ്ങനത്തെ ഒരു തോട്ടാണ് മനസ്സിൽ വന്നത്. ഇതൊരു തരം സ്റ്റേജാണ്, നമുക്ക് നമ്മളെ കഴിവുകളൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്റ്റേജ്. ആ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണ്. യൂട്യൂബിൽ വീഡിയോ ഇടണം നല്ലൊരു കാര്യമാണ്. അപ്പം ആ ഒരു തോട്ടിലാണ് ഞാൻ ഫസ്റ്റ് വീഡിയോസ് ഞാൻ ഇടണം, പാട്ട്, ഡാൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ മുതലാണ് ക്രാഫ്റ്റിനോട് ഇഷ്ടം തോന്നിയത്? അങ്ങനെ ഇന്ന സമയമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇപ്പോൾ ഒരു കുപ്പിയോ പാത്രമോ അതിന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ മൂഡ് അനുസരിച്ചിട്ടാട്ടോ. ഞാൻ എപ്പോഴും ചെയ്യുന്ന ആളാണെന്ന് ഞാൻ പറയുന്നില്ല. നമുക്കിപ്പോൾ ഒരു ചിലപ്പം എക്സാമിൻ്റെ പഠിപ്പിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും ഇങ്ങനെ ഓരോന്നും ചെയ്യാനൊക്കെ തോന്നുക. അപ്പോൾ ആ സമയത്ത് കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ പാത്രം കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ പെയിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും കപ്പ കിട്ടുകയാണെങ്കിൽ അത് വെച്ച് വേറെ എന്തെങ്കിലും ചെയ്യുക, ഹാങ്ങിങ്സ്, വാൾ ഡെക്കേഴ്സ് ഉണ്ടാക്കുക. അപ്പോൾ അതൊക്കെ എനിക്ക്
പണ്ട് തൊട്ടേ ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പോൾ ചാനൽ തുടങ്ങിയോണ്ടെന്നല്ല, അതിന് മുന്നേ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. വീഡിയോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കാണിക്കാൻ ഇപ്പം പറ്റിയൊരവസ്ഥയല്ല. ഞാൻ ഇങ്ങനെയൊക്കെ റെഡിയാക്കി ഓർഗനൈസ് ചെയ്തൊക്കെ വെക്കും. പക്ഷെ ഞാൻ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെച്ച സാധനങ്ങളൊക്കെ ഞാൻ ഫുള്ളും നല്ല അലങ്കോലാക്കിയിട്ട് ഇട്ടിട്ടുണ്ടാവും. ഇപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് പിന്നൊരു ദിവസം ഞാൻ കാണിക്കാം. വീഡിയോ ചെയ്യുന്നതല്ല, ഞാൻ ഡെസ്ക് മേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് കാണിച്ചത്. വലിയ സെറ്റപ്പ് ഒന്നുമല്ല. മെറ്റീരിയൽസ് ദാറ്റ് യു യൂസ്ഡ് ഫോർ ടേക്കിംഗ് വീഡിയോസ്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യണ മെറ്റീരിയൽസ് അല്ലേ, അങ്ങനെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല. ഞാൻ ആകെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സാധനം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. കൂടുതൽ വീഡിയോസ് ഞാൻ ഇതിലാട്ടോ എടുക്കാറ്. എൻ്റെ റീസൺ എന്ന് വെച്ചാൽ സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റില്ല. സ്റ്റാൻഡിൻ്റെ ഫോട്ടോയും ലിങ്കും ഞാൻ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ. അപ്പോൾ കുറച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ വെച്ചിട്ടാണ് എടുക്കാറ്. ഡിസ്റ്റൻസിൽ വെച്ചിട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ എടുക്കുന്നതിനാണ് ഞാൻ ഈ വലിയ സ്റ്റാൻഡ് യൂസ് ചെയ്യാറ്. പിന്നെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എടുക്കാതെ വെച്ചിട്ടാണ് ഞാൻ മേടിച്ചത്. ഇത് മേടിച്ചൊക്കെ ഞാൻ എടുത്താട്ടോ, കുറച്ചായിട്ടേ ഉള്ളൂ. അതുവരെ ഞാൻ ഇത് വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് നല്ലൊരു ടൂളാണ്, വിചാരിക്കുന്ന പോലെയല്ല. ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ആരെങ്കിലും ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യുക, എനിക്ക് സ്റ്റാൻഡ് ഇല്ല, ലൈറ്റ് ഇല്ല എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് വീഡിയോ ചെയ്യാതിരിക്കുന്നവരാണെങ്കിൽ പൊട്ടത്തരാണ്. സീരിയസ് ആയിട്ട് പറയാം. ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. വീഡിയോസ് എടുക്കാനൊക്കെ നല്ലൊരു ഉപകാരമുള്ളൊരു സാധനമാണ്. ഒട്ടിക്കാൻ മാത്രമല്ല, ഇതിനോട് വീഡിയോസ് എടുക്കാനും പറ്റും. പിന്നെ അടുത്ത ചോദ്യം എന്ന് പറയാം, വിച്ച് ഫോൺ യു യൂസ്ഡ് ഫോർ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോൺ ഇതാണ്. എനിക്ക് വേറെ ഫോണൊന്നുമില്ല. ഈ ഫോൺ എന്ന് പറയുകയാണെങ്കിൽ മുന്നേ ഞാൻ ഷൂട്ട് ചെയ്ത ഫോൺ ഞാൻ പറഞ്ഞില്ല, റിയൽമി C2 ആണ്. ഇതെന്ന് പറയുന്നത് റിയൽമീൻ്റെ തന്നെ നാർസോ 30 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോണാണ്. ബാറ്റിങ് കാര്യങ്ങളും നിങ്ങൾക്കറിയാമല്ലോ, വലിയ ബാറ്റിങ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എനിക്കൊരു ഐഫോണൊക്കെ എടുത്തിട്ട് വീഡിയോ ചെയ്യാനുള്ള അങ്ങനത്തെ ഒരു മൂഡില്ല. നമ്മൾ ഇതിന്ന് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഏൺ ചെയ്യുക, എന്നിട്ടൊക്കെ മേടിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ്. അങ്ങനെ മേടിക്കുമ്പോൾ എല്ലാവരും രസമുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ആപ്പ് യു യൂസ് ഫോർ എഡിറ്റിങ്ങിന് ഞാൻ യൂസ് ചെയ്യുന്നത് കുറേ നല്ല ആപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ യൂസ് ചെയ്തത് ഇൻഷോട്ട് പറഞ്ഞിട്ടുള്ള ആപ്പാണ്. ആ ഒരു ആപ്പിലാണ് ഞാൻ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാറുള്ളത്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ 1-2 ആപ്പ്, VN ആപ്പും പിന്നെ CapCut പറഞ്ഞിട്ടൊരു ആപ്പും കൂടിയുണ്ട്. അത് രണ്ടിനും യൂസ് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ റിവ്യൂസൊക്കെ കണ്ടിട്ട് ചെയ്ത് നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. VN ഞാൻ ചെയ്തിട്ടുണ്ട്. VN കുഴപ്പമില്ല. ഞാൻ വീഡിയോസ് എപ്പോഴൊക്കെയാണ് ചെയ്യാറ്, എനിക്കങ്ങനെ സമയമൊന്നുമില്ല. ഞാൻ പകൽ ചെയ്യാനാണ് മാക്സിമം നോക്കൽ. ഞാൻ ആകെ 1-2 വീഡിയോസൊക്കെ രാത്രി എടുത്തിട്ടുള്ളൂ. ടൈമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല. പകലെപ്പോൾ വേണമെങ്കിലും ഞാൻ എടുക്കും. ചിലപ്പോൾ രാവിലെ ഇരിക്കും, ഉച്ചയ്ക്ക് ഇരിക്കും, വൈകുന്നേരം ഇരിക്കും. നല്ല ഇരുട്ടാവണ നേരത്തെ തിരക്ക് പിടിച്ചിട്ടൊക്കെ ഞാൻ ചിലപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങനെയോ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് യൂട്യൂബിലാണോ? അല്ല, വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ യൂട്യൂബിലല്ല. ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഇതേ വീഡിയോ അപ്ലോഡ് ചെയ്യലുണ്ട്. അപ്പം ഓൾറെഡി നമ്മൾ 2 ഭാഗത്ത് 2 പ്രാവശ്യം വോയിസ് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഇൻഷോട്ടിൽ തന്നെ എഡിറ്റ് ചെയ്യണ സമയത്ത് തന്നെ വോയിസ് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ അപ്ലോഡ് ചെയ്യൽ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ Q&Aൻ്റെ അകത്തുനിന്ന് ചാനൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ എടുത്തത്. ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ചാനലിനെ കുറിച്ചിട്ട് ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു പിടി ഇട്ടിട്ടുണ്ടാവും. പെട്ടെന്ന് തുടങ്ങിയതൊന്നല്ലാന്നും ഞാൻ ഓൾറെഡി ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതാണെന്നും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ബാക്കി നമുക്ക് Q&A വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ പറയില്ല Q&A ചെയ്യാനാണ് വന്നിരുന്നതെന്ന്. ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ, ഞാൻ Q&A ചെയ്യാൻ ഞാൻ നന്നായിരുന്നു. ഇത്ര തന്നെ പറഞ്ഞിട്ട് തന്നെ എനിക്ക് ചെറിയ രീതിയിൽ ടെൻഷനുണ്ട്. അവിടെ ഇവിടെയൊക്കെ അപാകതകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഫസ്റ്റായിട്ട് ചെയ്തല്ലേ, ഇപ്പം ചെറിയ രീതിയിലൊന്നും എന്താ പറയുക ധൈര്യം വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയല്ലേ വീഡിയോസ് ചെയ്യണമല്ലേ. അപ്പോൾ നമുക്ക് Q&A വീഡിയോയിൽ ഇനി കാണാം. അപ്പോൾ അതുവരേക്കും ടാറ്റ ബൈ ബൈ. അതിന് മുന്നേ പറയാം, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണണമെങ്കിൽ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ കൂടി ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ. അപ്പോൾ നമ്മൾ റെക്കോർഡ് ഇത്ര നേരം ഞാൻ എടുത്തോണ്ടിരുന്നൊന്നും റെക്കോർഡായിട്ടില്ല. ഞാൻ വീണ്ടും സംസാരിക്കാം. അതാണ് നമ്മൾ മെയിൻ ടൂൾ. സോറി ഗൈസ്, ഭയങ്കര വെളിച്ചടിക്കുന്നുണ്ടല്ലേ.